ബീഹാർ തെരഞ്ഞെടുപ്പ് പല വഴിക്കാണ് കോൺഗ്രസിനെ വളയുന്നത്. നേതൃമാറ്റം തുടങ്ങി പല വഴിക്ക് കോൺഗ്രസിനെ നന്നാക്കാനുള്ള ഉത്തേജകമായി അത് മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങോട്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നിലം തൊട്ടിട്ടില്ല എന്നതാണ് വാസ്തവം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയുണ്ടായപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ചരിത്രപരമായിരുന്നു. പാർട്ടി അധ്യക്ഷനായി നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്നൊരാൾ വരണമെന്നും രാഹുൽ പറഞ്ഞു. പക്ഷേ കുടുംബത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഉപജാപക സംഘം അതിന് സമ്മതിച്ചില്ല എന്നതാണ് സത്യം. അവർ പാർട്ടി നേതൃത്വം വീണ്ടും ഏറ്റെടുക്കാൻ സോണിയാഗാന്ധിയെ നിർബന്ധിച്ചു. 3 കൊല്ലത്തിന് ശേഷം പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരമുണ്ടായപ്പോൾ ആദ്യം ഹൈക്കമാൻഡ് അനുകൂലിച്ചത് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെയായിരുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി പദവി സ്വപ്നം കണ്ട ഗെഹ്ലോട്ട് അതിന് വഴങ്ങിയില്ല. പിന്നാലെയാണ് നിലവിലെ AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ടുവന്നത്. ഖാർഗെക്കെതിരെ കളത്തിലിറങ്ങിയ ശശി തരൂർ ഉപജാപക സംഘത്തിന്റെ നോട്ടപ്പുള്ളിയായി പിന്നീട് മാറിയെന്നതും ചരിത്രമാണ്. പിന്നീട് അങ്ങോട്ട് തരൂരിനെ എങ്ങനെ ഒതുക്കാം എന്നതായി ഈ സംഘത്തിന്റെ വലിയൊരു അജണ്ട. കോൺഗ്രസിന് അലോരസമുണ്ടാക്കിയ നിരവധി നടപടികൾ പിന്നീട് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് വേറെ കാര്യം. എന്തായാലും തരൂരിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ പോയതിന്റെ അനന്തരഫലങ്ങളിൽ ഒന്നായി ഈ തെരഞ്ഞെടുപ്പ് തോൽവികളെ കാണാൻ സാധിക്കും. മറ്റൊരു വസ്തുത കാണാതെ പോകരുത്. അത് അഹമ്മദ് പട്ടേൽ എന്ന തന്ത്രജ്ഞന്റെ വിയോഗമാണ് കോൺഗ്രസിനെ ഈ നിലയിലേക്ക് എത്തിച്ചതെന്ന് കരുതുന്നവരുണ്ട്. പിന്നിൽ നിന്ന് കരുക്കൾ നീക്കുന്ന ആളായിരുന്നു അഹമ്മദ് പട്ടേൽ. ഏറെക്കാലം നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായിരുന്ന അധികാര കേന്ദ്രങ്ങളോട് ഏറ്റവും അധികം അടുത്തു നിന്നിരുന്ന അഹമ്മദ് പട്ടേൽ പബ്ലിസിറ്റിയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് എപ്പോഴും ഒഴിഞ്ഞു നിന്നു. കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല സഖ്യകക്ഷികൾക്കിടയിലും പട്ടേൽ സ്വീകാര്യനായിരുന്നു. CPM നേതാവ് സീതാറാം യെച്ചൂരിയുമായും മമതാ ബാനർജിയുമായും ശരത് പവാറുമായും കരുണാനിധിയുമായും പട്ടേലിനുള്ള ബന്ധം കോൺഗ്രസിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. പട്ടേൽ പോയതോടെ ജയറാം രമേശും KC വേണുഗോപാലും അടങ്ങുന്ന സംഘം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വാർ റൂം കൈകാര്യം ചെയ്യുന്നവരായി. എന്നാൽ ആ നിലവാരത്തിലേക്ക് ഈ നേതാക്കന്മാർ എത്തിയില്ല എന്നതാണ് സത്യം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യത്തിൽ പിടിച്ചു നിർത്താൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടായിരുന്നുവെന്ന് ഈ സംഘം പരിശോധിക്കേണ്ട ഘടകമാണ്. ഇന്ത്യ സഖ്യത്തിന്റെ മുൻനിര നേതാവായി ഉയർത്തിക്കാണിക്കപ്പെട്ട നിതീഷ് കർണാടക തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ പതുക്കെ അരികെവൽക്കരിക്കപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് ഒരു എതിരാളിയായി സഖ്യത്തിൽ വേണ്ടെന്ന ചിന്തയാവണം നിതീഷിന്റെ ഒതുക്കലിൽ കലാശിച്ചത്. അന്ന് നിതീഷ് NDAയിലേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ 2024 തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നരേന്ദ്രമോദിക്ക് ശേഷം BJP ദുർബലമാകുമെന്നും NDA തകരുമെന്നുമുള്ള പ്രത്യാശയായിരിക്കാം ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത്. BJPക്ക് പിന്നിൽ RSS ഉണ്ടെന്നും ഇന്ത്യയിലെ മൊത്തം സംവിധാനങ്ങളും RSSന്റെ ചൊൽപ്പിടിയിലാണെന്നുമുള്ള യാഥാർത്ഥ്യം പലപ്പോഴും കോൺഗ്രസ് മറക്കുന്നുണ്ട്. ബംഗാളിൽ മമതയും തമിഴ്നാട്ടിൽ സ്റ്റാലിനും മഹാരാഷ്ട്രയിൽ ശരത് പവാറും കളത്തിൽ നിന്ന് മാറിയതോടെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ എന്താകുമെന്നും ഇവർ ആലോചിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് വെറും ജോലി അല്ല എന്ന് ഇനിയെങ്കിലും രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണം. ബീഹാർ പിടിച്ചുവെന്ന് കരുതി വിശ്രമിക്കുകയല്ല BJPയും RSSും ചെയ്യുന്നത്. മറിച്ച് കേരളവും തമിഴ്നാടും ബംഗാളും ലക്ഷ്യമിട്ട് അവർ യാത്ര തുടങ്ങിക്കഴിഞ്ഞു.